എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഡീനിയം പ്രൂണിങ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ അതിനകത്തേക്ക് എന്തെല്ലാം വളങ്ങൾ ചേർക്കണമെന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രൂൺ ചെയ്യുന്നത് സാധാരണയായിട്ട് നമ്മൾ രണ്ട് തരത്തിലാണ്. ഒന്നാമതായി പ്രൂൺ ചെയ്യുന്നത് തണ്ടിൻ്റെ അറ്റം, അതായത് ചെടിയുടെ അറ്റം വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു ഇത് കാണാൻ സാധിക്കും നമുക്ക്. അപ്പോൾ ആ ചെടി എന്തായാലും വളർച്ച ഉണ്ടാവില്ല ആ കൊമ്പിന്. അപ്പോൾ ആ കൊമ്പിൻ്റെ ഏകദേശം കുറച്ച്, അതായത് ചീയൽ അനുഭവപ്പെടുന്ന ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും തന്നെ ചെറിയ കിളിർപ്പം തുടങ്ങും. അപ്പോൾ ആ ചെടി നശിച്ചു പോവില്ല. അല്ലെങ്കിൽ ആ ചെയ്യുന്നത് മൊത്തം ചെടിയെ ബാധിക്കുകയും ആ ചെടി മൊത്തമായിട്ട് നശിച്ചു പോവുകയും ചെയ്യാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഫസ്റ്റ് പ്രൂണിങ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കണ്ടുവരുന്നത് പ്രൂൺ ചെയ്യുന്നത് ചെടി നന്നായിട്ട് പൊക്കം വെച്ച് പോകും. പൊക്കം വെച്ച് പോകുന്ന സമയത്ത് ശാഖകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് പൂവുകൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. നമുക്കിങ്ങനെ ബുഷായി നിന്നിട്ട് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 വർഷം പ്രായമായ ചെടികളിലാണ് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത്. പൊക്കം വെച്ച് കഴിയുമ്പോൾ അത് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനകത്ത് നിന്ന് ഒരു ചെറിയൊരു ദ്രാവകം പോലെ പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് അപ്പോൾ തന്നെ ഒരു തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് തുടച്ച് കളയുക. കളഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് ഇവിടെ പുരട്ടി കൊടുക്കണം. ഇവിടെ നിന്ന് ഉപയോഗിച്ചിരുന്ന ഫംഗിസൈഡ് സാഫാണ്. അപ്പോൾ ഒരു പൊടി രൂപത്തിലുള്ള ഫംഗിസൈഡാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അതിനകത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് എല്ലാ കൊമ്പുകളിലും എവിടെയൊക്കെ നമ്മൾ പ്രൂൺ ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം ഇത് പരട്ടി കൊടുക്കണം. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഈ ഫംഗൽ ഇൻഫെക്ഷനൊന്നും ഇതിനകത്ത് വരില്ല. അത് മാത്രമല്ല, വെള്ളം മഴക്കാലത്ത് ഇത് ചെയ്യാൻ പാടില്ല, പ്രൂൺ ചെയ്യാൻ പാടില്ല. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഇതുപോലെ പ്രൂൺ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഒക്ടോബർ സെപ്റ്റംബർ മാസങ്ങളിൽ മഴയാണ്. അപ്പോൾ മഴയില്ലാത്ത സമയങ്ങളിൽ നോക്കിയിട്ട് വേണം പ്രൂൺ ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ വെള്ളം തട്ടി ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി അഥവാ എന്തെങ്കിലും മഴ പെയ്യുകയാണെങ്കിൽ തന്നെ അതിനകത്തേക്ക് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ ഫംഗിസൈഡ് ഇവിടെ പരട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് വളം ആവശ്യമാണ്. വളം കൊടുക്കുന്നത് ഈ സമയത്ത് നമ്മൾ ഇലകൾ മാത്രമാണ് വരുന്നത്. അപ്പോൾ ഇലകളൊക്കെ വലുതായതിന് ശേഷമല്ലേ പൂക്കളുണ്ടാവുകയുള്ളൂ. ചെടിക്ക് നന്നായി വളർച്ച കിട്ടാൻ വേണ്ടിയിട്ടുള്ള വളമാണ് നമ്മൾ ഈ സമയത്ത് കൊടുക്കേണ്ടത്. അത് കൊടുക്കേണ്ടത് നമുക്ക് ഒന്നില്ലെങ്കിൽ ആട്ടിൻ കാഷ്ടം കൊടുക്കാം. പിന്നെ നമുക്ക് നൈട്രജൻ അടങ്ങിയ വളമാണ് കൂടുതലും കൊടുക്കേണ്ടത്. അപ്പോൾ ചാണകം പൊടി ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടം, പിന്നെ കമ്പോസ്റ്റ്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് അടിയിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ചെടിയുടെ ചട്ടിയുടെ ചുറ്റും മണ്ണൊന്ന് ഇളക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എങ്കിൽ മാത്രമാണ് ഈ വളം അതിലേക്ക് ഇറങ്ങി ചെടിക്ക് പെട്ടെന്ന് ആഗിരണം ചെയ്യാൻ പറ്റുകയുള്ളൂ. ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വളമെല്ലാം കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇലകൾ ഇതുപോലെ വന്നിട്ടുണ്ടാവും. അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ നന്നായിട്ട് പൂ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള വളം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് പൂ ഉണ്ടാവാനായിട്ട് കൊടുക്കേണ്ടത് പൊട്ടാഷാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് വളക്കടകളിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് ചട്ടിയുടെ വലിപ്പത്തിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കോട്ടക്സിനൊന്നും പറ്റാത്ത രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ. അതുപോലെ തന്നെ ചെടിയുടെ ചുറ്റും ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ അളവനുസരിച്ചിട്ട് വേണം. ഇപ്പോൾ ചെറിയൊരു ചട്ടിയാണെങ്കിൽ നമുക്കൊരു 1/2 ടീസ്പൂൺ മതിയാവും. അതുപോലെ തന്നെ വലിയ ചട്ടിയാണെങ്കിൽ 1 ടീസ്പൂണ് അത്ര മതിയാവും. അപ്പോൾ അത് ചുറ്റും ഇട്ട് കൊടുക്കുക. അമിതമാവരുത്, ശ്രദ്ധിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ടൊന്ന് പതിയൊന്ന് ഇളക്കി കൊടുക്കണം. അതുകൂടാതെ തന്നെ ഫ്ലവറി മിക്സ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇതും ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്തതിന് ശേഷം ദിവസത്തിൽ 1 പ്രാവശ്യമെങ്കിലും വെള്ളം ഒഴിച്ചിരിക്കണം. 3 ദിവസം തുടർച്ചയായിട്ട് വെള്ളം ഒഴിക്കണം. പിന്നെ നമുക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ഓവറായിട്ട് വെള്ളം ചെന്ന് കഴിഞ്ഞാൽ ഈ കട ചീഞ്ഞു പോകാനും ചെടി വളർച്ചയ്ക്ക് വളരെയധികം കോട്ടം തട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ ചെടി വയ്ക്കുമ്പോൾ നല്ല വെയിലുള്ള ഭാഗങ്ങളിൽ മാത്രമാണ് വെക്കേണ്ടത്. തണലുള്ള ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ പുഷ്പിക്കാനൊക്കെ വളരെ സമയം എടുക്കും.
പിന്നെ മാത്രമല്ല നല്ല മഴയുള്ള സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ചെടി ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ചീഞ്ഞ് പോവും. ഒരുപാട് ചട്ടികൾ ചെടി അങ്ങനെ ചീഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെക്കുമ്പോൾ ഈ മഴ നന്നായി പെയ്യുകയാണെങ്കിൽ സൈഡിലേക്ക് എടുത്ത് വെക്കുകയും വേണം. വെയിൽ വരുമ്പോൾ വെയിലത്തേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ഒത്തിരി ചട്ടികൾ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടെ തന്നെ ഈ അഡീനിയം പ്ലാന്റിനെ ശ്രദ്ധിക്കണം. അതായത് വെയിൽ നിർബന്ധമായും കിട്ടുകയും വേണം, എന്നാൽ അധികം വെള്ളവും പാടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത്. പിന്നെ ചെയ്യേണ്ടത്, മഴക്കാലത്ത് നമ്മൾ ചെടി സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാൻ നമുക്ക് പറ്റുകയില്ല എന്നുണ്ടെങ്കിൽ പോളിത്തീൻ കവർ ഉപയോഗിച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മൾ ഹോൾ ഇട്ടിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ വെള്ളം ഈ പോളിത്തീൻ കവർ നിൽക്കത്തുള്ളൂ. അത് നമുക്ക് ഒഴിച്ച് മാറ്റി കളയാം. ഡയറക്റ്റായിട്ട് ചട്ടിയിലേക്ക് വീഴില്ല. വെയിലുള്ള സമയത്ത് നമുക്ക് ഈ പോളിത്തീൻ കവർ മാറ്റി കൊടുക്കുകയും ചെയ്യാം. ഇതൊരു ടിപ്സാണ്. കാരണം ഒരുപാട് ചട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കിതെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കാൻ ബുദ്ധിമുട്ടാവും. പിന്നെ അപ്പോൾ ഇങ്ങനെ ചെയ്യാം, സൗകര്യപ്രദമായ രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ ഷെയ്ഡ് കിട്ടുന്നിടത്തേക്ക് നമുക്ക് ചട്ടി എടുത്ത് വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ പ്രൂണിങ്ങിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് റഹീമാസ് വേൾഡ്.